ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ഗ്രീൻ പീസ് ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. അതിനായിട്ട് തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഗ്രീൻ പീസ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്തോ കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. നമുക്കൊരു ലൈറ്റ് യെലോയിഷ് കളറിലാണ് ഇത് വേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിന്നിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് ഉപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് കല്ലുപ്പ് എടുത്തതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പൊടിയുപ്പ് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിന് നല്ല വേവുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് കുക്കിയൊക്കെ വിളിച്ച് നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിന്നിപ്പം കുറച്ച് കറിയാണ് വെക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ് പെരിഞ്ജീരകം. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടാണിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനതൊരു പാൻ ഇങ്ങനെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചൂടാകുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, മുറിച്ചെടുത്തതല്ല. ഇത് നമ്മളെ ഇടിയോറിലില്ലേ, അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതാണ്. അതിങ്ങനെ വെളിച്ചെണ്ണയിലോട്ടിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോട്ടെ, അതുവരെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. അത് ഞാനത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. പിന്നെ ഇത് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതാണ്. അപ്പം ഈ ഉള്ളിക്ക് വേണ്ട അത് മാത്രം ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഓവറായി പോവും. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നിർബന്ധമായിട്ടും ഇട്ടോളണേ. പിന്നെ നമുക്കിതിലോട്ട് ഒരൈറ്റം കൂടെ വേണം. അത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂണിലും കുറച്ച് താഴെയായിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് എല്ലാ മസാലയും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഭാഗത്തോട്ടും എത്തിക്കോട്ടെ. പിന്നെ ഫ്ലെയിം ശ്രദ്ധിച്ചോളണം, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഈ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിയില്ലേ, ആ പട്ടാണി നമ്മുടെ അവളത്തോടു കൂടി തന്നെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടണേ. അതൊന്ന് ഈ ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ച തേങ്ങയില്ലേ, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഇളക്കി കൊടുത്തിട്ട് ഞാനിതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുന്ന സമയത്താണല്ലോ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. ഇതിപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. എല്ലാ ഭാഗത്തും നല്ലോണം ഒന്നിങ്ങനെ തിളച്ച് തുള്ളി തുള്ളി ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള വറവ് സെറ്റാക്കണം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുകും നമ്മുടെ വറ്റൽമുളകില്ലേ, 2 വറ്റൽമുളകും കൂടെയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അത് ചേർക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയതാണ്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും വറ്റൽമുളകും മാത്രമാണ് ഞാൻ താളിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറി ഒന്ന് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണേ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.